നഗരത്തിന് ജീവൻ നൽകിയിരുന്ന നക്ഷത്രത്തിളക്കങ്ങൾ അണിഞ്ഞിരുന്നു. സമയം പാതിരാത്രിയോടടുക്കുന്നു. കട്ടിയുള്ള കറുത്ത ആകാശം ഭൂമിയിലേക്ക് ഇടിച്ചു വീഴാൻ വെമ്പുന്നത് പോലെ. അകലെ ബേപോർട്ടിന് സമീപമുള്ള പഴക്കം ചെന്ന മെമ്മോറിയൽ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലെ നിലയിൽ ഒരു വിളക്ക് മാത്രം കത്തി നിൽക്കുന്നു. സിറ്റി കൺട്രോൾ റൂമിൽ മുഴങ്ങിയ തീവ്രമായ അലറാം സാധാരണ ഡെസ്ക് ജോലികളിൽ മുഴുകിയിരുന്ന ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ ആദർശിന് നിശബ്ദതയെ ഭേദിച്ചു. സർ, എമർജൻസി കോൾ. ടവറിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. മെമ്മോറിയൽ ബിൽഡിങ്ങിൽ ഒരു അപകടം. കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ട് കോൺസ്റ്റബിൾ പേടിയോടെ പറഞ്ഞു. ആദർശ് ഉടൻ തന്നെ ഫോൺ കയ്യിലെടുത്ത്. ആക്സിഡൻറ്റ് ഏത് തരത്തിലാണ്? അതല്ല സർ, സെക്യൂരിറ്റി ഗാർഡ് പറയുന്നത് 5ാം നിലയിലെ ഒരു ഓഫീസ് റൂമിൽ ആരോ ഒരാൾ കുഴഞ്ഞു വീണ് കിടക്കുന്നു. ആ റൂമിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഒരു പിയാനോ സംഗീതം നിർത്താതെ കേട്ടതുകൊണ്ട് ചെന്ന് നോക്കിയതാണത്രേ. ജനലിലൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച അയാളെ വല്ലാതെ പേടിപ്പിച്ചു. പിയാനോ സംഗീതവും അപകടവും. ആദർശിൻ്റെ നെറ്റി ചുളിഞ്ഞു. മെമ്മോറിയൽ ബിൽഡിങ്ങിൽ വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഒരു പഴയ ബിസിനസ് കോംപ്ലക്സ് ആണ്. അവിടെ ആളനക്കമുണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ ഉടൻ അങ്ങോട്ട് വരുന്നു. എൻ്റെ ടീമിനോട് അങ്ങോട്ട് പുറപ്പെടാൻ പറ, ആദർശ് ഉത്തരവിട്ടു. പഴയ കെട്ടിടത്തിലേക്ക് എത്തിയപ്പോൾ മഴത്തുള്ളികൾ പതിച്ച് തുളുങ്ങിയ നനഞ്ഞ ടാറിട്ട റോട്ടിൽ തൻ്റെ ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു. പ്രധാന കവാടത്തിനരികിൽ ഭയന്ന് വിറച്ച് നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡിനെ ആദർശ് കണ്ടു. എന്താണ് കണ്ടത്? വേഗം പറ, ഗാർഡിൻ്റെ തോളിൽ പിടിച്ച് ആദർശ് ചോദിച്ചു. സർ, അകലെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല. ഞാൻ സ്റ്റെയർ കേസ് വഴി 5ാം നിലയിലെ 503 നമ്പർ റൂമിനടുത്ത് ചെന്നു. റൂം ലോക്ക് ചെയ്തിരിക്കുന്നു. പക്ഷേ അകത്ത് പിയാനോ സംഗീതം കേൾക്കാം. ഒരു പഴയ മെലഡിയിലായിരുന്നു അത്. ജനൽപ്പാളി വഴി ഞാൻ അകത്തേക്ക് എത്തി നോക്കി. ഒരു വലിയ മേശയ്ക്ക് മുന്നിൽ തല താഴോട്ട് തൂക്കി കൈകളിൽ രക്തം പുരണ്ട് ഒരാൾ കസേരയിലിരിക്കുന്നു. പുറത്തു കാണുന്നത് മരണമാണ് സർ, പക്ഷേ അതിലും ഭയങ്കരം. ആദർശ് ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. സർ, ആ പിയാനോ കീകളിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ ചലിക്കുന്നുണ്ടായിരുന്നു. വളരെ സാവധാനം, ആ സംഗീതം മുറിയാതെ. മരണശേഷം ആരോ സംഗീതം വായിക്കുന്നത് പോലെ. ആദർശ് ഉള്ളുന്ന് തണുത്തു. സംശയം ഭയത്തിന് വഴിമാറുന്ന നിമിഷം. വാതിൽ ബലമായി തകർത്ത് അവർ അകത്തേക്ക് കടന്നു. മുറിയിൽ രക്തത്തിൻ്റെ കടുപ്പമുള്ള ഗന്ധം നിറഞ്ഞു നിന്നു. മുറിയുടെ മൂലയിലായി ഒരു പഴയ ഗ്രാൻഡ് പിയാനോ. അതിൽ നിന്നാണ് ആ ദുരൂഹ സംഗീതം പുറത്തു വരുന്നത്. മേശയ്ക്ക് മുന്നിലെ കസേരയിലിരുന്ന ആളെ അവർക്ക് വ്യക്തമായി കാണാമായിരുന്നു. സിറ്റിയിലെ പ്രമുഖ വ്യവസായിയായ ശ്രീ വിജയൻ മേനോൻ. അയാളുടെ കഴുത്ത് ആഴത്തിൽ മുറിവേറ്റിരുന്നു. മരണത്തിൻ്റെ ഭയം ആ മുഖത്ത് നിഴലിച്ചില്ല. പകരം കണ്ണുകൾ തുറന്ന് ശൂന്യമായ ഒരു ഭാവം. എങ്കിലും സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞതുപോലെ വിജയൻ മേനോൻ്റെ കൈവിരലുകൾ പിയാനോയുടെ കീകളിൽ വളരെ സാവധാനം ചലിക്കുന്നു. ഒരു അവസാനത്തെ പ്രകടനമെന്ന പോലെ. ആദർശ് ഉടൻ തന്നെ പിയാനോയുടെ അടുത്തെത്തി. കീബോർഡിൽ അമർന്നിരുന്ന വിരലുകൾ ഒരുതരം മെക്കാനിക്കൽ താളമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. എന്നാൽ പിയാനോ കീകളിൽ രക്തം പുരണ്ടിട്ടുണ്ടെങ്കിലും വിജയൻ മേനോൻ്റെ കൈകളിൽ കീകളുമായി ബന്ധിപ്പിച്ചതായി കാണുന്നില്ല. അയാൾ പിയാനോയ്ക്ക് ചുറ്റും നടന്നു. പിന്നിൽ പിയാനോയുടെ മരം കൊണ്ടുള്ള അടുപ്പിന് മുകളിലായി ചുവന്ന നിറത്തിൽ എഴുതിയ ഒരു വരി ശ്രദ്ധിച്ചു. അവസാന രാഗത്തിൻ്റെ താക്കോൽ നീ കണ്ടെത്തും. വാക്കുകൾ കണ്ടപ്പോൾ ആദർശിൻ്റെ കണ്ണുകൾ തിളങ്ങി. ഇതൊരു കൊലപാതകം മാത്രമല്ല, ഇതൊരു സന്ദേശമാണ്. ശബ്ദം പുറപ്പെടുവിച്ച് പിയാനോ നിശ്ചലമായി. കൃത്യം ആ സമയം വിജയൻ മേനോൻ്റെ വലത് കൈപ്പത്തി വിരലുകൾ നിവർത്തി മേശപ്പുറത്ത് വീണു. ആ കൈപ്പത്തിയുടെ നടുവിൽ ചുവന്ന മഷി കൊണ്ട് വൃത്തിയായി വരച്ച ഒരു വൃത്താകൃതിയുള്ള ചിഹ്നം. ആദർശിനത് വ്യക്തമായി മനസ്സിലായി. ഒരു ക്ലബ് ചിഹ്നം. പുറത്തും മഴയുടെ ശബ്ദം വീണ്ടും ശക്തമായി. ആദർശ് തല ഉയർത്തി. ഈ കൊലയാളി കലാപരവും നിഗൂഢമായ ഒരു കളിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ നിഗൂഢമായ കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കാൻ ആദർശിന് കഴിയുമോ? എന്താണ് ഈ അവസാന രാഗം? മേശപ്പുറത്ത് നിശ്ചലമായി കിടന്ന ചിഹ്നം വിജയൻ മേനോൻ്റെ കൈപ്പത്തിയിലെ ക്ലബ് ചിഹ്നം. ആദർശിൻ്റെ മനസ്സിൽ ഒരു താളം പോലെ മുഴങ്ങി. ഇതൊരു ക്രൂരമായ കൊലപാതകത്തിനപ്പുറം കൊലയാളി തങ്ങളെ കളിക്കാൻ ക്ഷണിക്കുന്ന ഒരു കെണിയാണെന്ന് അയാൾക്ക് തോന്നി. ഫോറൻസിക് ടീം ഇപ്പോൾ എത്തും, ആദർശ് ചോദിച്ചു. 10 മിനിറ്റിനുള്ളിൽ സർ, ഒരു ഓഫീസർ മറുപടി പറഞ്ഞു. ശരി, ആരും ഇവിടെയുള്ള ഒന്നിനെയും തുടരുത്. പക്ഷേ ഈ റൂമിൻ്റെ അകവും പുറവും നന്നായി പരിശോധിക്കണം, ആദർശ് നിർദ്ദേശിച്ചു. എന്നിട്ട് അയാൾ വിജയൻ മേനോൻ്റെ ഇരുന്ന കസേരയിലേക്ക് പിന്നിലൂടെ നടന്നു. ശരീരം കസേരയിലേക്ക് ചാരുകയായിരുന്നെങ്കിലും മുറിവ് കഴുത്തിലാണ്. മരണം സംഭവിച്ചത് അധികം സമയമായിട്ടില്ല. പക്ഷേ പിയാനോയിലെ വിരൽ ചലനങ്ങൾ ആദർശിനെ അലട്ടിക്കൊണ്ടിരുന്നു. ആദർശ് പിയാനോയുടെ മുകൾ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധിച്ചു. ചുവന്ന മഷി കൊണ്ട് എഴുതിയ അവസാന രാഗത്തിൻ്റെ താക്കോൽ നീ കണ്ടെത്തും എന്ന വാചകം. അതിന് തൊട്ടടുത്ത് പിയാനോയുടെ തടി കൊണ്ടുള്ള ഭാഗത്ത് ചെറുതായി കോറിയതുപോലെ ഒരു അടയാളം കണ്ടു. അതൊരു റോമൻ അക്കമായിരുന്നു. 4. റോമൻ അക്കം 4. ഒരു താക്കോലുമായി ഇതിനെന്ത് ബന്ധം? ആദർശ് സ്വയം ചോദിച്ചു. വിജയൻ മേനോൻ്റെ പഠനമുറിയാണ് അതെന്ന് ഓഫീസർമാർ ഉറപ്പിച്ചു. ചുറ്റും പല പുസ്തകങ്ങൾ ചിതറിക്കിടക്കുന്നു. കമ്പ്യൂട്ടർ ഓണാണ്. ആദർശ് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിലേക്ക് നോക്കി. മോണിറ്ററിൽ ഒരു വെബ്സൈറ്റ് തുറന്ന നിലയിൽ കണ്ടു. അത് വിജയൻ മേനോൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു
ട്രേഡിംഗ് കമ്പനിയുടേതാണ്. എന്നാൽ പേജിലെ ഉള്ളടക്കങ്ങളെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. അതിനു പകരം കറുത്ത പശ്ചാത്തലത്തിൽ ഒരു ഗ്രാഫിക് ചിത്രം മാത്രം തെളിഞ്ഞു നിന്നു. ഒരു കാൽപാദം, പതിഞ്ഞ 4 ചുവടുകൾ. ഓരോ ചുവടിലും ഒരു സംഖ്യ എഴുതിയിരിക്കുന്നു. 7, 9, 2, 4. 4 ചുവടുകൾ, റോമനക്കം 4. പിന്നെ ഈ സംഖ്യകൾ. ഇതൊരു പസിലാണോ? ആദർശ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അയാൾ പെട്ടെന്ന് മേശയുടെ അടിയിലേക്ക് കുനിഞ്ഞു. അവിടെ മേശയുടെ കാലിൽ വെളുത്ത ഒരു തുണിക്കഷ്ണം ഒട്ടിച്ചിരിക്കുന്നു. അത് ഊരിയെടുത്തപ്പോൾ അതിനുള്ളിൽ ഒരു ചെറിയ താക്കോൽ ഉണ്ടായിരുന്നു. ആ താക്കോൽ സാധാരണ താക്കോലുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അതിൻ്റെ തലപ്പത്ത് ഒരു കൊത്തിയ രൂപം, ഒരു കിരീടം. ആദർശ് ആ താക്കോൽ കയ്യിൽ പിടിച്ച് റൂമിലേക്ക് കണ്ണോടിച്ചു. കിരീടമുള്ള താക്കോൽ, ഒരു പക്ഷേ മേശവലിപ്പിൻ്റേതാകാം. അയാൾ മേശവലിപ്പുകൾ ഓരോന്നായി പരിശോധിച്ചു. 4ാമത്തെ വലിപ്പ് പൂട്ടിക്കിടക്കുന്നു. 4 എന്ന സൂചനയുമായി അതിനൊരു ബന്ധമുണ്ടാകാം. കിരീടത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ച് ആദർശ് 4ാമത്തെ വലിപ്പ് തുറന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. എൻ്റെ പ്രവൃത്തിയുടെ നിഴൽ എൻ്റെ പിന്നാലെ വരുന്നു. അവൻ എൻ്റെ താളം തെറ്റിച്ചു. എനിക്ക് അധികം സമയമില്ല. അവൻ എന്നെ തേടി വരും. അവൻ്റെ പേര്. അവിടെ ആ പേരെഴുതുന്നതിന് മുൻപ് എഴുത്തു നിലച്ചിരുന്നു. മഷി പടർന്നിട്ടുണ്ട്. എന്തോ സംഭവിച്ചതിൻ്റെ സൂചനയാണിത്. ഡയറിയുടെ പേജിന് പിന്നിൽ ചെറുതായി ഒരു നിഴൽ ചിത്രം വരച്ചിരുന്നു. ആ പഴയ കെട്ടിടത്തിൻ്റെ നിഴൽ ചിത്രമാണത്. ആദർശ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് തങ്ങൾ ഇപ്പോഴുള്ള മെമ്മോറിയൽ ബിൽഡിങ്ങിന് സാമ്യമുള്ളതായി തോന്നിയില്ല. അതിൽ വ്യത്യസ്തമായ ഒരു ഗോപുരമുണ്ടായിരുന്നു. താളത്തെ തെറ്റിച്ചവൻ. ആദർശ് ഡയറി അടച്ചു. പിയാനോയിലെ താളത്തിൽ തുടങ്ങി 4ാമത്തെ വലിപ്പിലൊതുങ്ങി ഡയറിയുടെ പേജിൽ അവസാനിച്ച ഇന്നു ഗൂഢമായ കളി. കൊലയാളി വിജയൻ മേനോൻ്റെ ജീവിതത്തിലെ പഴയ ഒരു രഹസ്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണോ? ആദർശ് ക്ലബ്ബ് ചിഹ്നവും പിയാനോയിലെ 4 എന്ന അക്കവും ഡയറിയിലെ നിഴൽ ചിത്രവും മനസ്സിൽ കൂട്ടുവായിക്കാൻ ശ്രമിച്ചു. ഈ കേസിൻ്റെ ചുരുളുകൾ പുറം ലോകം അറിയാൻ കാത്തിരിക്കുന്ന ഒരു രഹസ്യത്തിൻ്റെ കവാടമാണ്. ആരാണ് വിജയൻ മേനോൻ്റെ താളം തെറ്റിച്ച ആ നിഴൽ? ഡയറിയിലെ നിഴൽ ചിത്രത്തിൻ്റെ രഹസ്യമെന്തായിരിക്കും? പോലീസ് സീൽ ചെയ്ത മുറിയിൽ ഫോറൻസിക് സംഘം അവരുടെ ജോലി തുടങ്ങുകയായിരുന്നു. ഡിറ്റക്റ്റീവ് ആദർശ് വിജയൻ മേനോൻ്റെ ഡയറിയിലെ നിഴൽ ചിത്രത്തിലും കമ്പ്യൂട്ടറിലെ 4 ചുവടുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഫോറൻസിക് ഉദ്യോഗസ്ഥൻ ഡോക്ടർ പ്രിയൻ ആദർശിൻ്റെ അടുത്തേക്ക് വന്നു. ഇൻസ്പെക്ടർ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. മരണകാരണം കഴുത്തിലെ മുറിവ് തന്നെ. ഒരു മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ റൂമിൽ നിന്നും കൊലയാളി ഉപയോഗിച്ച ആയുധം കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, മുറിവേൽക്കുന്നതിന് മുൻപ് ഇരയെ കെട്ടിയതിൻ്റെയോ മൽപ്പിടുത്തം നടത്തിയതിൻ്റെയോ ലക്ഷണങ്ങളില്ല. മാത്രമല്ല, ഇദ്ദേഹത്തിന് മരണം സംഭവിച്ച് ഏകദേശം 15 മിനിറ്റോളം കഴിഞ്ഞാണ് ഈ പിയാനോയിലെ താളം നിലച്ചത്. പിയാനോ സംഗീതം യാന്ത്രികമായിരുന്നില്ല. അതൊരു പഴയ ശൈലിയിലുള്ള പിയാനോയാണ്. കൈകൊണ്ട് വായിച്ചാൽ മാത്രം ശബ്ദമുണ്ടാക്കുന്ന ഒന്ന്. ആദർശ് നെറ്റിച്ചുളിച്ചു. അപ്പോൾ മരണം സംഭവിച്ചതിന് ശേഷവും ആരാണ് ഇവിടെ ഇരുന്ന് സംഗീതം വായിച്ചത്? അതാണ് ദുരൂഹം. പിന്നെ കൈപ്പത്തിയിലെ ചിഹ്നം, ക്ലബ് ചിഹ്നം. ഇത് രക്തം കൊണ്ടല്ല വരച്ചിരിക്കുന്നത്. ഒരു തരം കടുപ്പമേറിയ കറുത്ത മഷി ഉപയോഗിച്ചാണ്. പക്ഷേ കൊലയാളി വിജയൻ മേനോൻ്റെ വിരലുകൾ ഉപയോഗിച്ച് കീകളിൽ സമ്മർദ്ദം ചെലുത്തിയതായി പിയാനോ കീകളിൽ നിന്ന് കിട്ടിയ വിരലടയാളങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതൊരു നാടകീയമായ രംഗസജ്ജീകരണമായിരുന്നു, ഡോക്ടർ പ്രിയൻ പറഞ്ഞു. ഈ സമയം മുറിയുടെ മൂലയിൽ നിന്നിരുന്ന ഒരു പഴയ ലൈബ്രറി അലമാരയിലേക്ക് ആദർശൻ്റെ ശ്രദ്ധ പോയി. അതിലെ പുസ്തകങ്ങളെല്ലാം പൊടി പിടിച്ച് കിടക്കുന്നു. വിജയൻ്റെ ഡയറിയിൽ കണ്ട നിഴൽ ചിത്രം ആ കെട്ടിടത്തിൻ്റെതാകാൻ സാധ്യതയുണ്ടെന്ന് ആദർശിന് തോന്നി. ഒരു ടവർ രൂപത്തിലുള്ള ഗോപുരം. അയാൾ ആ ചിത്രത്തെക്കുറിച്ച് തിരിയാൻ ടീമിനോട് ആവശ്യപ്പെട്ടു. അതിനിടയിൽ ലൈബ്രറി അലമാരയുടെ ഏറ്റവും താഴത്തെ തട്ടിൽ മറ്റു പുസ്തകങ്ങളെക്കാൾ പുതിയതെന്ന് തോന്നിക്കുന്ന ഒരു പുസ്തകം ആദർശ് കണ്ടെത്തി. പുസ്തകത്തിൻ്റെ പേര് 4 തൂണുകൾ. ആദർശ് ആകാംക്ഷയോടെ പുസ്തകം തുറന്നു. അത് പഴയ സെറ്റുമായി ബന്ധപ്പെട്ട ചില വാസ്തുശില്പങ്ങളെക്കുറിച്ചുള്ള ചിത്രശേഖരണമായിരുന്നു. അതിലെ ഒരു പേജിൽ ഡയറിയിൽ കണ്ട അതേ നിഴൽ ചിത്രം. ചിത്രത്തിന് താഴെ ഇങ്ങനെ കുറിച്ചിരുന്നു: പഴയ തുറമുഖത്തിനടുത്ത് സ്ഥിതി ചെയ്തിരുന്നതും 1990കളിൽ തീപിടുത്തത്തിൽ തകർന്നതുമായ എസ്ര ബിൽഡിംഗ്. പുസ്തകത്തിലെ വിവരങ്ങൾ ആദർശ് വേഗത്തിൽ വായിച്ചു. എസ്ര ബിൽഡിംഗ് 4 പ്രധാന തൂണുകളിൽ നിലനിന്നിരുന്ന ഒരു കെട്ടിടമായിരുന്നു അത്. ഒരു പ്രത്യേക വാച്ച് ടവറും അതിനുണ്ടായിരുന്നു. വിജയൻ മേനോൻ്റെ ഡയറിയിലും കമ്പ്യൂട്ടറിലെ ഗ്രാഫിക്കിലും കണ്ട 4 എന്ന സംഖ്യ ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. തകർന്ന ഒരു കെട്ടിടം കൊലയാളിക്ക് എങ്ങനെ സൂചനയാകും? ഈ നിമിഷം ആദർശിൻ്റെ മൊബൈലിൽ ബെൽ അടിച്ചു. കമ്പ്യൂട്ടറിലെ 4 സംഖ്യകളെക്കുറിച്ചുള്ള വിവരമായിരുന്നു അത്. സർ, കമ്പ്യൂട്ടറിലെ സംഖ്യകൾ 7, 9, 2, 4. അത് ഞങ്ങളുടെ ഡാറ്റാബേസിൽ തിരഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ സംഖ്യകൾ വിജയൻ മേനോൻ്റെ 4 പ്രധാന ബാങ്ക് അക്കൗണ്ടുകളുമായി അവസാന അക്കങ്ങളാണ്. ഈ 4 അക്കൗണ്ടുകളിലേക്കും കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അയച്ച ആളുടെ പേര്. ഓഫീസർ നിർത്തി. ആദർശ് ആകാംക്ഷയോടെ കാതോർത്തു. അയച്ച ആളുടെ പേര് എഡ്ജ്.
അവസാന രാഗത്തിൻ്റെ താക്കോൽ, 4 തൂണുകൾ, പിന്നെ എഡ്ജ് എന്ന നിഗൂഢമായ ഒരു പേര്. കൊലയാളി ബിജൻ മേനോൻ്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചും വ്യക്തമായി അറിഞ്ഞിരുന്നു. പഴയ എസ്രാ ബിൽഡിങ്ങുമായി ഈ കൊലപാതകത്തിന് എന്ത് ബന്ധം? എഡ്ജ് ആരാണ്? എഡ്ജ് എന്ന നിഗൂഢമായ പേരും പഴയ എസ്രാ ബിൽഡിംഗ് എന്ന സൂചനയും ഇൻസ്പെക്ടർ ആദർശിൻ്റെ മനസ്സിൽ തീവ്രമായ ചോദ്യമുയർത്തി. കൊലയാളി ബിജൻ മേനോൻ്റെ ഭൂതകാലത്തെയാണ് ലക്ഷ്യമിടുന്നതെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അടുത്ത ദിവസം രാവിലെ ആദർശ് നേരെ സിറ്റി ആർക്കൈവ്സിലേക്ക് പോയി. എസ്രാ ബിൽഡിങ്ങിൻ്റെ ചരിത്രം അയാൾക്ക് അറിയണമായിരുന്നു. ആർക്കൈവസ് രേഖയിൽ നിന്നും ആദർശ് നിർണായകമായ വിവരം ലഭിച്ചു. 1990കളിലെ നഗരത്തിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്ന എസ്രാ ബിൽഡിംഗ്. അതിലെ 4 തൂണുകൾ വളരെ പ്രസിദ്ധമായിരുന്നു. എന്നാൽ 1995-ലെ കെട്ടിടത്തിന് തീപിടിക്കുകയും 4 തൂണുകളിലൊന്ന് തകരുകയും ചെയ്തിരുന്നു. ആ ദുരന്തത്തിൽ 4 ജീവനുകൾ നഷ്ടപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതായിരുന്നു: തീപിടുത്ത സമയത്ത് വിജയൻ മേനോൻ എസ്രാ ബിൽഡിങ്ങിലെ ഒരു പ്രധാന ഓഹരി ഉടമയായിരുന്നു. തീപിടുത്തം നടന്ന തൊട്ടടുത്ത വർഷം വിജയൻ മേനോൻ ഇൻഷുറൻസ് തുക കൈപ്പറ്റുകയും സിറ്റി സെൻറ്ററിൽ പുതിയ ബിസിനസ് സ്ഥാപിക്കുകയും ചെയ്തു. അന്ന് ആ തീപിടുത്തം ഒരു അപകടമായി എഴുതി തള്ളിയതായിരുന്നെങ്കിലും ചില അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. വിജയൻ മേനോൻ ഇൻഷുറൻസ് പണം തട്ടിക്കാൻ വേണ്ടി വെച്ചതാണെന്ന്. അപ്പോൾ എസ്രാ ബിൽഡിംഗ് ഒരു അപകടമായിരുന്നില്ല, ഒരു ദുരന്തമായിരുന്നു, ഒരു പക്ഷേ ഒരു കൊലപാതകം. ആ കറുത്ത ഭൂതകാലമാണ് ഇപ്പോൾ വിജയൻ മേനോനെ വേട്ടയാടുന്നത്. ആദർശ് പിറുപിറുത്തു. ആർക്കൈവ്സ് ഉദ്യോഗസ്ഥൻ ഒരു പഴയ ഫോട്ടോ ആദർശിന് നൽകി. തകർന്നെടുക്കുന്ന എസ്രാ ബിൽഡിങ്ങിൻ്റേതായിരുന്നു അത്. അതിലെ പ്രധാന ഗോപുരം ശ്രദ്ധിച്ച് ആദർശ് ഞെട്ടി. ഗോപുരത്തിൻ്റെ മുകളിൽ കറുത്ത കല്ലുകൊണ്ട് തീർത്ത ഒരു ക്ലബ് ചിഹ്നം. വിജയൻ മേനോൻ്റെ കൈപ്പത്തിയിലെ ചിഹ്നം എസ്രാ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കൊലയാളിക്ക് എസ്രാ ബിൽഡിങ്ങിലെ ദുരന്തത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണം. നഷ്ടപ്പെട്ട ആ 4 ജീവനുകളിൽ ഒരാളുടെ ബന്ധുവാകാം എഡ്ജ്, ആദർശ് ഊഹിച്ചു. വിജയൻ മേനോൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എഡ്ജ് അയച്ച പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആദർശ് തീരുമാനിച്ചു. 4 അക്കൗണ്ടിലേക്കും അയച്ച തുക വളരെ ചെറുതായിരുന്നു, ഓരോന്നിലും 100. പക്ഷേ ഈ ട്രാൻസ്ഫറുകൾ നടത്തിയതിൻ്റെ IP അഡ്രസ് പിന്തുടർന്നപ്പോൾ ഇത് നഗരത്തിലെ ഒരു പഴയ ഇൻ്റർനെറ്റ് കഫേയിൽ നിന്നാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ ആദർശ് ആ കഫേയിലേക്ക് തിരിച്ചു. കഫേയുടെ ഉടമസ്ഥൻ ഒരു വൃദ്ധൻ. താൻ ആരെയും ശ്രദ്ധിക്കാറില്ലെന്ന് ആദ്യം പറഞ്ഞു. എങ്കിലും ആദർശ് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം ഓർത്തെടുത്തു. കഴിഞ്ഞ ആഴ്ച പാതിരാത്രിയോടടുത്ത് കറുത്ത ഹൂഡിയും മാസ്കും ധരിച്ച് ഒരാൾ വന്നിരുന്നു. അവൻ ഒരു പഴയ പിയാനോ സംഗീതം കേൾക്കുന്നുണ്ടായിരുന്നു ഹെഡ്ഫോണിൽ. ആളുകൾ എപ്പോഴും കഫേയിൽ വരാറുണ്ടല്ലോ, അയാളെക്കുറിച്ച് മറ്റെന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആദർശ് ചോദിച്ചു. വൃദ്ധൻ മേശ തുടച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ കയ്യിൽ ഒരു ബോർഡ് ഗെയിം ഉണ്ടായിരുന്നു. കളി കഴിഞ്ഞപ്പോൾ അയാൾ അതിലെ ഒരു ചീട്ടെടുത്ത് കീശയിലിട്ടു. അതൊരു ചുവന്ന കാർഡായിരുന്നു. എഡ്ജ്, പിയാനോ സംഗീതം, ക്ലബ് ചിഹ്നം, പിന്നെ ചീട്ടുകളിയിലെ ഒരു ചുവന്ന കാർഡ്. ആദർശ് മനസ്സിൽ കുറിച്ചു. ക്ലബ് കറുത്ത കാർഡാണ്, പക്ഷേ ഇയാൾ എടുത്തത് ചുവന്ന കാർഡാണ്. ഒരു പക്ഷേ അടുത്ത ഇരയുടെ സൂചനയാക്കാം ഇത്. എസ്രാ ബിൽഡിങ്ങിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട മറ്റ് 3 ഓഹരി ഉടമസ്ഥകളെക്കുറിച്ച് അന്വേഷിക്കാൻ ആദർശ് ഉടൻ തന്നെ ഓഫീസിലേക്ക് തിരികെ പോയി. വിജയൻ മേനോൻ ആദ്യത്തെ ഇര മാത്രമായിരിക്കാം. ഈ നിഴലിലെ കളി തുടരുകയാണ്. വിജയൻ മേനോൻ്റെ ബിസിനസ് പങ്കാളിയായ ആ 3 പേർ ആരാണ്? എഡ്ജ് തിരയുന്ന ആ ചുവന്ന കാർഡ് സൂചിപ്പിക്കുന്നത് ഇവരിൽ ആരെയായിരിക്കാം? എഡ്ജ് എന്ന നിഗൂഢ കൊലയാളി തൻ്റെ കളി തുടരുകയാണെന്ന് ആദർശം ബോധ്യമായി. വിജയൻ മേനോൻ്റെ മറ്റ് ബിസിനസ് പങ്കാളികളാണ് അടുത്ത ലക്ഷ്യം. എസ്രാ ബിൽഡിംഗ് ദുരന്തവുമായി ബന്ധപ്പെട്ട രേഖകൾ ആദർശ് വീണ്ടും പരിശോധിച്ചു. വിജയൻ മേനോൻ്റെ ഓഹരി പങ്കാളികളിൽ 3 പേരായിരുന്നു: രമേശ് നമ്പ്യാർ, നഗരത്തിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി; സുകുമാരൻ, ഒരു മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ; ഡോക്ടർ മീര മേനോൻ, അറിയപ്പെടുന്ന ഒരു കാർഡിയോളജിസ്റ്റ്. ഇൻ്റർനെറ്റ് കഫേയിൽ എഡ്ജ് എടുത്ത ചുവന്ന കാർഡ് ആയിരുന്നു ആദർശിൻ്റെ മനസ്സിൽ. ചീട്ടുകളിലെ ചുവന്ന കാർഡുകൾ ഹൃദയചിഹ്നവും ഡയമണ്ട് ചിഹ്നവും ആണ് സൂചിപ്പിക്കുന്നത്. ഹൃദയം ഒരു ഡോക്ടറെയും ഡയമണ്ട് ഒരു ബിസിനസ്സുകാരനെയും സൂചിപ്പിക്കാൻ സാധ്യതയുണ്ട്, ആദർശ് ഊഹിച്ചു. വിജയൻ മേനോൻ്റെ ഓഹരി ഉടമകളിലെ ഏക വനിത ഡോക്ടർ മീര മേനോൻ ഒരു കാർഡിയോളജിസ്റ്റ് ആണെന്ന് ആദർശിന് ഒരു പ്രധാന സൂചനയായി തോന്നി. ആദർശ് ഉടൻ തന്നെ ഡോക്ടർ മീരയുടെ വീടും ക്ലിനിക്കും നിരീക്ഷിക്കാൻ ടീമിനോട് നിർദ്ദേശിച്ചു. അതിനുശേഷം എസ്രാ ബിൽഡിംഗ് തകരുന്നതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വീണ്ടും വായിച്ചു. തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ട 4 പേരുടെ വിവരങ്ങൾ അതിലുണ്ടായിരുന്നു. ഒരു സെക്യൂരിറ്റി ഗാർഡ്, 2 ഓഫീസർ ജീവനക്കാരൻ, പിന്നെ ഒരു കൊറിയർ ഡെലിവറി ബോയ്. കൊറിയർ ബോയുടെ പേര് അനീഷ് എന്നായിരുന്നു. തീപിടുത്തം നടന്ന സമയത്ത് ഇയാൾ ഒരു പ്രധാനപ്പെട്ട രേഖയുമായി കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു. അന്ന് കിംവദന്തികൾ പരന്നിരുന്നത് വിജയൻ മേനോൻ്റെ തീവെപ്പിന് തെളിവായിരുന്ന ആ രേഖ നശിപ്പിക്കാൻ വേണ്ടിയാണ് തീയിട്ടതെന്നായിരുന്നു. ഈ സമയത്ത് ആദർശിൻ്റെ മൊബൈൽ റിംഗ് ചെയ്തു. മറുവശത്ത് ഡോക്ടർ മീരയെ നിരീക്ഷിക്കാൻ പോയ ഓഫീസറായിരുന്നു. സർ, ഡോക്ടർ മീരയെ കാണാനില്ല. അവരുടെ ക്ലിനിക്കിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. അകത്ത് ഒരു പ്രശ്നമുണ്ട്. ആദർശ് തൻ്റെ ജീപ്പിൽ ഡോക്ടർ മീരയുടെ ആഡംബര ക്ലിനിക്കിലേക്ക് കുതിച്ചു. ക്ലിനിക്കിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. അകത്ത് ഒരു അസാധാരണമായ നിശബ്ദത. അവർ നേരെ ഡോക്ടർമാരുടെ പ്രധാന കൺസൾട്ടിംഗ് റൂമിലേക്ക് നടന്നു. മുറിയിൽ ഡോക്ടർ മീരയില്ല. എന്നാൽ മുറിയുടെ നടുവിലായി സ്ഥാപിച്ചിരുന്ന മനുഷ്യൻ്റെ ഹൃദയം
മാതൃകയാക്കിയുള്ള ഒരു ചുവന്ന ശില്പം തറയിൽ ചിതറിക്കിടക്കുന്നു. ആദർശ് ശില്പത്തിൻ്റെ കഷ്ണങ്ങൾക്കിടയിൽ ഒരു വസ്തു കണ്ടു. ഒരു പോക്കറ്റ് വാച്ച്. അതിൻ്റെ ഡയൽ പൊട്ടിയിരിക്കുന്നു. വാച്ചിനുള്ളിൽ ചെറിയ അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സമയം തെറ്റിയോടുന്ന ഹൃദയം, എണ്ണി തീർക്കുന്ന കണക്കുകൾ. ഹൃദയം, സമയം, കണക്കുകൾ, ഇതെല്ലാം ഡോക്ടർ മീരയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട സൂചനകളാണ്. ആദർശ് പെട്ടെന്ന് മുറിയിലെ കമ്പ്യൂട്ടറിൻ്റെ അടുത്തെത്തി. കമ്പ്യൂട്ടർ ഓണായിരുന്നു. മോണിറ്ററിൽ ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരുന്നു. അത് ഡോക്ടർ മീരയെയാണ് കാണിച്ചത്. ഡോക്ടർ കസേരയിലിരിക്കുന്നു. പേടിച്ച ഭാവമാണ് മുഖത്ത്. പെട്ടെന്ന് ഫ്രെയിമിലേക്ക് കറുത്ത ഹൂഡി ധരിച്ച ഒരാൾ നടന്നു വന്നു. എഡ്ജ് ആണെന്ന് ആദർശ് മനസ്സിലായി. അയാൾ സംസാരിക്കുന്നില്ല. ഡോക്ടറുടെ മുന്നിൽ ഒരു ടേബിളിൽ അയാൾ സാവധാനം ഒരു വസ്തു വെച്ചു. അത് ഒരു ഡെക്ക് ചീട്ടിലെ ഹൃദയ ചിഹ്നമുള്ള ഒരു ചീട്ടായിരുന്നു. പിന്നാലെ വീഡിയോ അവസാനിച്ചു. കൊലയാളി ഡോക്ടർ മീരയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. വിജയൻ മേനോന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ. മൃതദേഹം ഇവിടെ ഉപേക്ഷിക്കാതെ ഒരു സന്ദേശം മാത്രം ബാക്കി വെച്ച്. സമയം തെറ്റി ഓടുന്ന ഹൃദയം, മീരയുടെ ജീവൻ അപകടത്തിലാണ്. ആദർശ് ടീമിനോട് അലറി. അയാൾ തറയിൽ കിടന്ന പോക്കറ്റ് വാച്ച് എടുത്ത് പരിശോധിച്ചു. ഡയൽ പൊട്ടിയിരുന്നെങ്കിലും അതിൽ ഒരു സംഖ്യ വ്യക്തമായി എഴുതിയിരുന്നു: 3. വിജയൻ മേനോന്റെ കാര്യത്തിൽ 4 ആയിരുന്നു സൂചന. ഇപ്പോൾ 3. എഡ്ജ് തൻ്റെ കളിയുടെ സമയം മുന്നോട്ട് നീക്കുകയാണ്. ആദർശ് മനസ്സിൽ കുറിച്ചു. ഡോക്ടർ മീരയുടെ ജീവൻ രക്ഷിക്കാൻ ഈ 3 എന്ന സംഖ്യയുടെയും സമയം തെറ്റിയോടുന്ന ഹൃദയം എന്ന സന്ദേശത്തിൻ്റെയും രഹസ്യം ആദർശിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 3 എന്ന സംഖ്യ എന്തിനു സൂചിപ്പിക്കുന്നു? ഡോക്ടർ മീര എവിടെയായിരിക്കും? ഡോക്ടർ മീരയുടെ ക്ലിനിക്കിൽ നിന്ന് ലഭിച്ച സമയം തെറ്റിയോടുന്ന ഹൃദയം എന്ന സന്ദേശവും 3 എന്ന സംഖ്യ ആലേഖനം ചെയ്ത പോക്കറ്റ് വാച്ചും ആദർശിൻ്റെ മുന്നിൽ ഒരു പുതിയ വെല്ലുവിളി ഉയർത്തി. കൊലയാളി ഇരയുടെ ജീവൻ എടുത്തിട്ടില്ല, പകരം തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. ആദർശ് തൻ്റെ ടീമുമായി ഒരു അടിയന്തര ചർച്ച നടത്തി. ഡോക്ടർ ഒരു കാർഡിയോളജിസ്റ്റാണ്. സമയം തെറ്റി ഓടുന്ന ഹൃദയം അവരുടെ ജോലിയിൽ എന്തെങ്കിലും പിഴവ് പറ്റിയതിനെ സൂചിപ്പിക്കാം, ആദർശ് പറഞ്ഞു. അന്വേഷണത്തിൽ കഴിഞ്ഞ മാസം ഡോക്ടർ മീര നടത്തിയ ഒരു ഹൃദയ ശസ്ത്രക്രിയയെക്കുറിച്ച് വിവരം ലഭിച്ചു. ശസ്ത്രക്രിയയ്ക്കിടെ രോഗിയുടെ ഹൃദയമിടിപ്പ് നിലച്ചതിനെ തുടർന്ന് 3 മിനിറ്റോളം ഡോക്ടർക്ക് താളം വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് രോഗി സുഖം പ്രാപിച്ചെങ്കിലും ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതരമായ പിഴവുണ്ടെന്ന് ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതുമാത്രമല്ല, എസ്ര ബിൽഡിംഗ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 4 പേരിൽ ഒരാൾ അനീഷ് എന്ന കൊറിയർ ഡെലിവറി ബോയ് ഡോക്ടർ മീരയുടെ ക്ലിനിക്കിലെ ഒരു ജീവനക്കാരൻ്റെ ബന്ധുവാണെന്നും കണ്ടെത്തി. അതേസമയം പോക്കറ്റ് വാച്ചിലെ 3 എന്ന അക്കത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ മറ്റൊരു നിർണായക വിവരം ലഭിച്ചു. പഴയ എസ്ര ബിൽഡിങ്ങിന് സമീപം തകർന്നുപോയ തൂണിൻ്റെ അവശിഷ്ടങ്ങൾക്കരികിൽ 3 എന്നെഴുതിയ ഒരു പഴയ വാച്ച് ടവർ ഉണ്ടായിരുന്നു. അത് ഒരു കാലത്ത് കപ്പൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്ന ഒരു പ്രധാന പോയിന്റായിരുന്നു. വാച്ച് ടവർ 3 ഡോക്ടർ മീരയുടെ ക്ലിനിക്കിൽ നിന്ന് കിട്ടിയ വാച്ചും ടവറിലെ 3 എന്ന സംഖ്യയും തമ്മിൽ ബന്ധമുണ്ട്, ആദർശ് പറഞ്ഞു. കൊലയാളിക്ക് ഡോക്ടറെ ഒളിപ്പിക്കാൻ കഴിഞ്ഞ സ്ഥലം ഒരു വാച്ച് ടവർ ആയിരിക്കാം, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകാനുള്ള സൂചന നൽകിയിരിക്കാം. ആദർശ് ടീമിനൊപ്പം വാച്ച് ടവർ ലക്ഷ്യമാക്കി നീങ്ങി. തുറമുഖത്തിനടുത്തുള്ള വിജനമായ ഒരു സ്ഥലമായിരുന്നു അത്. ദൂരെ നിന്ന് തന്നെ തകർന്ന എസ്ര ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾക്കരികിലായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പഴയ വാച്ച് ടവർ അവർ കണ്ടു. ഇരുട്ടിൽ അത് ഒരു നിഴൽ പോലെ നിന്നു. ടവറിന് ചുറ്റും കാട് കയറി കിടക്കുന്നു. ടവറിൻ്റെ പ്രധാന വാതിൽ തുരുമ്പെടുത്ത് അടഞ്ഞു കിടക്കുന്നു. വാതിൽ തകർത്ത് അകത്തേക്ക് കയറിയപ്പോൾ മുകളിലേക്ക് കയറാനുള്ള പടികൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. മൊബൈൽ വെളിച്ചത്തിൽ അവർ പടികൾ കയറി. ടവറിലെ മുകളിലെ മുറിയിൽ ഡോക്ടർ മീരയെ ആദർശ് കണ്ടു. അവർ ഒരു കസേരയിൽ കെട്ടിയിരിക്കുന്നു. വായിൽ തുണി തിരുകിയിട്ടുണ്ട്. ഭയന്ന് വിറച്ച ആ കണ്ണുകൾ ആദർശിനെ കണ്ടപ്പോൾ ആശ്വാസം കണ്ടു. അവരുടെ ദേഹത്ത് മുറിവുകളൊന്നുമില്ല. പക്ഷേ കസേരയുടെ കയ്യിൽ തുണി ഉപയോഗിച്ച് ഒട്ടിച്ച നിലയിൽ ഒരു ഹൃദയ ചിഹ്നമുള്ള കാർഡ്. ഡോക്ടറെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആദർശ് മുറിയിൽ മറ്റെന്തെങ്കിലും സൂചനകളുണ്ടോ എന്ന് കണ്ണോടിച്ചു. ജനലിനരികിൽ വൃത്തിയായി മടക്കി വെച്ച ഒരു കടലാസ് കഷ്ണം കിടന്നിരുന്നു. അത് കയ്യിലെടുത്ത് വായിച്ചപ്പോൾ ആദർശ് ഞെട്ടി. താളം തിരുത്തിയവൻ. അടുത്ത കളി ഡയമണ്ടിലാണ്. 4-ാം തൂണിൻ്റെ കണക്ക് 2-ാം തൂണിൽ. എഡ്ജ് അവിടെ ഉണ്ടായിരുന്നു. അയാൾ ഡോക്ടർ മീരയെ തട്ടിക്കൊണ്ടുപോയ ശേഷം ആദർശ് അവിടെ എത്തുമെന്ന് മുൻകൂട്ടി കണ്ട് അടുത്ത സൂചനയും വെച്ചിരിക്കുന്നു: ഡയമണ്ട്. എസ്ര ബിൽഡിങ്ങിലെ മറ്റ് 2 ഓഹരി ഉടമകളായ രമേശ് നമ്പ്യാരെയോ സുകുമാരനെയോ ആണ് ഇത് സൂചിപ്പിക്കാൻ സാധ്യത. 4-ാം തൂണിൻ്റെ കണക്ക് 2-ാം തൂണിൽ. എന്താണ് ഈ തൂണുകൾ സൂചിപ്പിക്കുന്നത്? എസ്ര ബിൽഡിങ്ങിലെ 4 തൂണുകൾ. ഡോക്ടറെ മോചിപ്പിച്ച് പോലീസിൻ്റെ സംരക്ഷണത്തിലാക്കിയ ശേഷം ആദർശ് വീണ്ടും അന്വേഷണത്തിലേക്ക് കടന്നു. എസ്ര ബിൽഡിങ്ങിലെ 4-ാം തൂൺ തകർന്ന തൂണായിരുന്നു. അതിലെ കണക്ക് എന്തായിരിക്കും? 2-ാം തൂൺ എന്താണ് സൂചിപ്പിക്കുന്നത്? ഡയമണ്ട് ചിഹ്നം ആരെയാണ് ലക്ഷ്യമിടുന്നത്? എസ്ര ബിൽഡിങ്ങിലെ 2-ാം തൂണിൽ ഒളിപ്പിച്ച രഹസ്യം എന്തായിരിക്കും? 4-ാം തൂണിൻ്റെ കണക്ക് 2-ാം തൂണിൽ എന്ന എഡ്ജിൻ്റെ സന്ദേശം ഇൻസ്പെക്ടർ ആദർശിനെ വീണ്ടും എസ്ര ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളിലേക്ക് എത്തിച്ചു. എസ്ര ബിൽഡിങ്ങിൻ്റെ ദുരന്ത റിപ്പോർട്ടുകൾ ആദർശ് വീണ്ടും പരിശോധിച്ചു. തീപിടുത്തത്തിൽ തകർന്നത് 4-ാമത്തെ തൂണായിരുന്നു. അതിൻ്റെ കണക്ക്, അതായത് ആ തൂണിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ രഹസ്യം 2-ാം തൂണിൽ ഒളിപ്പിച്ചിരിക്കുന്നു എന്നായിരിക്കണം കൊലയാളി ഉദ്ദേശിച്ചത്. എസ്ര ബിൽഡിങ്ങിന് ചുറ്റും മതിൽ കെട്ടിയിരുന്നെങ്കിലും
കെട്ടിടം നിന്ന സ്ഥലത്തേക്ക് ആദർശവും സംഘവും അതിക്രമിച്ച് കടന്നു. അവർ രണ്ടാമത്തെ തൂണിൽ നിന്നിരുന്ന സ്ഥലം കണ്ടെത്തി. വർഷങ്ങൾ പഴക്കമുള്ള കൽത്തൂണായിരുന്നു അത്. തീപിടുത്തത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നെങ്കിലും പൂർണ്ണമായും നശിച്ചിട്ടില്ല. കൽത്തൂണിന്റെ അടിഭാഗം പൊടിപടലങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്നു. ആദർശ് തന്റെ കയ്യിലെ ടോർച്ച് അടിഭാഗത്തേക്ക് അടിച്ചപ്പോൾ കല്ലുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ വൃത്താകൃതിയിൽ ഒരു ലോഹവസ്തു കണ്ടു. അത് പുറത്തെടുത്തപ്പോൾ അതൊരു പഴയ കോമ്പസ് ആയിരുന്നു. വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക് ദിശകൾ വ്യക്തമായി അടയാളപ്പെടുത്തിയ ഒന്ന്. കോമ്പസ് തിരിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ സൂചി കിഴക്ക് ദിശയിലേക്ക് മാത്രം നീങ്ങാതെ ഒരിടത്ത് ഉറച്ചു നിന്നു. ആ കോമ്പസിൻ്റെ അടിഭാഗത്ത് വിജയൻ മേനോന്റെ കൈപ്പത്തിയിൽ കണ്ടതുപോലെ കറുത്ത മഷിയിൽ ഒരു സംഖ്യ എഴുതിയിരിക്കുന്നു. 2. 4-ാം തൂണിൻ്റെ കണക്ക് 2-ാം തൂണിലെ കോമ്പസിൽ. ഈ 2 എന്തിനെ സൂചിപ്പിക്കുന്നു? ആദർശ് ചോദിച്ചു. എഡ്ജ് നൽകിയ അടുത്ത സൂചന ഡയമണ്ട് ആയിരുന്നു. ഇത് രമേശ് നമ്പ്യാരെ ലക്ഷ്യമിടുന്നെന്ന് ആദർശ് ഉറപ്പിച്ചു. ഡയമണ്ട് ബിസിനസ് ലോകത്തെയാണ് സൂചിപ്പിക്കുന്നത്. രമേശ് നമ്പ്യാർ ഇപ്പോൾ നഗരത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ്. എസ്ര ബിൽഡിംഗ് ദുരന്തത്തിന് ശേഷം വിജയൻ മേനോനെ പോലെ ഇയാളും വൻ സാമ്പത്തിക വളർച്ച നേടിയിരുന്നു. ആദർശ് ഉടൻ തന്നെ രമേശ് നമ്പ്യാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അയാൾ ഫോൺ എടുക്കുന്നില്ല. അയാളുടെ ഓഫീസിലും വീട്ടിലും അന്വേഷിച്ചപ്പോൾ രമേശ് കഴിഞ്ഞ ദിവസം മുതൽ അജ്ഞാത സ്ഥലത്താണെന്ന് ജീവനക്കാർ അറിയിച്ചു. കൊലയാളി ഇയാളെയും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ആദർശ് ദേഷ്യത്തോടെ പല്ലുറുമി. ഡോക്ടർ മീരയുടെ കാര്യത്തിലെന്ന പോലെ എഡ്ജ് ഇവിടെയും ഒരു സ്ഥലസൂചന നൽകിയിരിക്കണം. കോമ്പസിലെ 2 എന്ന സംഖ്യയും അത് നിശ്ചലമാക്കിയ കിഴക്ക് ദിശയും. ആദർശ് കമ്പ്യൂട്ടറിൽ സിറ്റിയുടെ മാപ്പ് എടുത്ത് തിരിഞ്ഞു. 2 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലം. പെട്ടെന്നാണ് അയാൾക്കത് മനസ്സിലായത്. നഗരത്തിലെ കിഴക്ക് 2 വർഷം മുമ്പ് രമേശ് നമ്പ്യാർ പണി പൂർത്തിയാക്കിയ ദ്വാരക ടവേഴ്സ് എന്ന ആഡംബര അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം. ദ്വാരക ടവേഴ്സ് എന്ന പേരിൽ 2 കെട്ടിടങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദർശ് ടീമിനൊപ്പം ദ്വാരക ടവേഴ്സിലേക്ക് പുറപ്പെട്ടു. അത് നഗരത്തിലെ തിരക്കിൽ നിന്നും ഒഴിഞ്ഞുകിടക്കുന്ന പൂർണ്ണമായും ആളൊഴിഞ്ഞ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അവിടെ നിർമ്മാണ ജോലികൾ നടന്നിരുന്നെങ്കിലും ഇപ്പോൾ അത് നിശ്ചലമാണ്. ദ്വാരക ടവേഴ്സിൻ്റെ 2-ാം നിലയിൽ വെളിച്ചം കണ്ടപ്പോൾ ആദർശ് ആ വാതിൽ തകർത്ത് അകത്തേക്ക് പ്രവേശിച്ചു. മുറിയിൽ രമേശ് നമ്പ്യാരെ അവർ കണ്ടു. ഒരു ഇരുമ്പ് കസേരയിൽ കെട്ടിയിരിക്കുന്നു. വായിൽ തുണി തിരികിയിട്ടുണ്ട്. ഭയത്താൽ അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിന്നു. കസേരയുടെ മുൻപിൽ ഒരു ചെറിയ മേശപ്പുറത്ത് ഒരു ഡയമണ്ട് ചിഹ്നമുള്ള ചുവന്ന ചീട്ട് വെച്ചിരിക്കുന്നു. അതിനടുത്തായി വിജയൻ മേനോന്റെ കാര്യത്തിൽ കണ്ടതുപോലെ ഒരു പഴയ ഇരുമ്പ് ക്ലോക്ക് നിശ്ചലമാക്കിയിരിക്കുന്നു. സമയം 12:02. ആദർശ് ഉടൻ തന്നെ രമേശ് നമ്പ്യാരെ മോചിപ്പിച്ചു. ആശ്വാസത്തോടെ അയാൾ സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഭയം അയാളെ അനുവദിച്ചില്ല. ആദർശ് ക്ലോക്കിനടുത്തേക്ക് നീങ്ങി. അതിൻ്റെ ലോഹ ഫ്രെയിമിൽ സൂക്ഷ്മമായി കൊത്തിയ ഒരു ചിഹ്നം, കിങ്. കൂടാതെ ക്ലോക്കിൻ്റെ അടിയിൽ മടക്കി വെച്ച ഒരു സന്ദേശം എഡ്ജ് അവർക്കായി വീണ്ടും വെച്ചിരുന്നു. താളം കണ്ടെത്തിയവൻ. അടുത്തത് സ്പേഡ്. രാജാവിൻ്റെ കണക്ക് ആദ്യത്തെ തൂണിൽ. എഡ്ജ് തൻ്റെ കളിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് ഒരു ഇര മാത്രം. മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ സുകുമാരൻ. സൂചന സ്പേഡ്. രാജാവിൻ്റെ കണക്ക് ആദ്യത്തെ തൂണിൽ. എന്തായിരിക്കും ആ തൂണിൽ ഒളിപ്പിച്ച രഹസ്യം? ഈ കിങ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അടുത്ത ഇരയായ സുകുമാരൻ്റെ ജീവൻ രക്ഷിക്കാൻ ആദർശിന് കഴിയുമോ? രാജാവിൻ്റെ കണക്ക് എന്നതിൻ്റെ രഹസ്യം എന്താണ്? എഡ്ജിൻ്റെ അടുത്ത ലക്ഷ്യം മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ സുകുമാരനാണെന്ന് ഇൻസ്പെക്ടർ ആദർശിന് ഉറപ്പായി. അവസാനത്തെ സൂചന സ്പേഡ്. രാജാവിൻ്റെ കണക്ക് ആദ്യത്തെ തൂണിൽ. വിജയൻ മേനോനും രമേശ് നമ്പ്യാരും എസ്ര ബിൽഡിംഗ് ദുരന്തത്തിന് ശേഷം വൻ സാമ്പത്തിക വളർച്ച നേടിയിരുന്നു. എന്നാൽ സുകുമാരൻ ഈ സമയത്ത് നഗരസഭയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. എസ്ര ബിൽഡിങ്ങിന് തീപിടിച്ചപ്പോൾ അതിനെ ഒരു അപകടമായി എഴുതിത്തള്ളാൻ അയാൾ സ്വാധീനം ചെലുത്തുന്നുവെന്ന് ആദർശ് കണ്ടെത്തി. കിങ് എന്ന സൂചന സുകുമാരൻ്റെ രാജകീയമായ സർക്കാർ അധികാരത്തെയാണ് സൂചിപ്പിക്കാൻ സാധ്യത. സുകുമാരൻ്റെ സുരക്ഷയ്ക്കായി ആദർശ് ടീമിനെ ഉടൻ തന്നെ അയാൾ വീട്ടിലേക്ക് അയച്ചു. അതേസമയം എഡ്ജിൻ്റെ അവസാന സൂചനയിലേക്ക് ആദർശ് ശ്രദ്ധ തിരിച്ചു. ആദ്യത്തെ തൂൺ. എസ്ര ബിൽഡിങ്ങിലെ ആദ്യത്തെ തൂണായിരുന്ന അവശേഷിക്കുന്ന ഒരേ ഒരു സൂചന. മറ്റു 3 തൂണുകളും ഏതെങ്കിലും തരത്തിൽ കൊലയാളിയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ തൂണിൽ എസ്ര ബിൽഡിംഗ് ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണം ഒളിപ്പിച്ചിട്ടുണ്ടാകാം. ആദർശ് തൻ്റെ ടീമിനൊപ്പം വീണ്ടും എസ്ര ബിൽഡിംഗ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. അവർ 1-ാമത്തെ തൂണിൽ നിന്ന ഭാഗം കണ്ടെത്തി. തൂണിൻ്റെ അവശിഷ്ടങ്ങൾക്കരികിൽ തിരഞ്ഞപ്പോൾ ഒരു പഴയ ലോക്കറിൻ്റെ താക്കോൽ ആദർശിന് ലഭിച്ചു. താക്കോലിൻ്റെ തലപ്പത്ത് പഴയ പോലീസ് സ്റ്റേഷനുകളുടെ ഔദ്യോഗിക ചിഹ്നം ആലേഖനം ചെയ്തിരിക്കുന്നു. ഈ താക്കോൽ എസ്ര ബിൽഡിംഗുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആദർശ് ഉടൻ തന്നെ നഗരത്തിലെ പഴയ പോലീസ് സ്റ്റേഷനുകളിലെ ആർക്കൈവിസ്റ്റുമായി ബന്ധപ്പെട്ടു. 1990കളിൽ എസ്ര ബിൽഡിംഗ് സ്ഥിതി ചെയ്തിരുന്ന വാർഡിലെ പഴയ പോലീസ് സ്റ്റേഷനിൽ പഴയ കേസുകളുമായി ബന്ധപ്പെട്ട ചില ലോക്കറുകൾ ഇപ്പോഴും ഉപയോഗിക്കാതെ കിടപ്പുണ്ടെന്ന വിവരം ലഭിച്ചു. ആദർശ് താക്കോലുമായി ആ സ്റ്റേഷനിലേക്ക് പാഞ്ഞു. അവിടുത്തെ പഴയ ലോക്കർ റൂമിൽ അയാൾ ആ താക്കോലിന് അനുയോജ്യമായ ഒരു ലോക്കർ കണ്ടെത്തി. അത് തുറന്നു. അകത്ത് മഞ്ഞളിച്ച ഒരു പ്ലാസ്റ്റിക് കവറിൽ
തീപിടുത്തം നടന്നതിന് ശേഷം പോലീസ് സീൽ ചെയ്ത ചില രേഖകളുണ്ടായിരുന്നു. അതിലൊരു കവറിന് മുകളിൽ ഇങ്ങനെ കുറിച്ചിരുന്നു: കൊറിയർ ബോയ് അനീഷിൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ തെളിവ്. ആ രേഖകൾ വായിച്ചപ്പോൾ ആദർശ് ഞെട്ടി. അനീഷിൻ്റെ കയ്യിലുണ്ടായിരുന്നത് എസ്രാ ബിൽഡിങ്ങിലെ 4 ഓഹരി ഉടമകളും സർക്കാർ ഉദ്യോഗസ്ഥനായ സുകുമാരനും തമ്മിലുള്ള ഇൻഷുറൻസ് തട്ടിക്കാനായുള്ള രഹസ്യ കരാറിൻ്റെ ഒറിജിനൽ രേഖയായിരുന്നു. കെട്ടിടത്തിന് മനഃപൂർവ്വം തീയിട്ട് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള പദ്ധതിയായിരുന്നു അത്. അനീഷ് അറിയാതെ ഈ രഹസ്യം കൈമാറാൻ ശ്രമിച്ചപ്പോഴാണ് തീപിടുത്തമുണ്ടായത്. 4 തൂണുകൾ, 4 ഓഹരി ഉടമകൾ, രാജാവ്, സുകുമാരൻ, എല്ലാവരും കുറ്റക്കാരാണ്. എഡ്ജ് തൻ്റെ പ്രതികാരം തുടങ്ങിയിരിക്കുന്നു, ആദർശ് മനസ്സിൽ പറഞ്ഞു. കൊറിയർ ബോയ് അനീഷ് എസ്രാ ബിൽഡിങ്ങിലെ ദുരന്തത്തിൽ മരിച്ച 4 പേരിൽ ഒരാളാണ്. എഡ്ജ് അനീഷിൻ്റെ അടുത്ത ബന്ധുവായിരിക്കണം. ഈ സമയത്ത് സുകുമാരൻ്റെ വീട്ടിൽ നിന്നും ആദർശിന് ഒരു അടിയന്തര കോൾ വന്നു. സർ, സുകുമാരനെ കാണാനില്ല. ഞങ്ങൾക്ക് വീടിന് ചുറ്റും തിരച്ചിൽ നടത്താൻ കഴിഞ്ഞതേയുള്ളൂ. ഒരു സ്പീഡ് ചിഹ്നമുള്ള ചീട്ട് മാത്രമാണ് ഇവിടെ നിന്ന് കിട്ടിയത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു പഴയ ചതുരപ്പെട്ടിക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു അത്. എന്തെങ്കിലും സന്ദേശം? ആദർശ് ചോദിച്ചു. ഉണ്ട് സർ. ചീട്ടിൻ്റെ മറുവശത്ത് വളരെ ചെറുതായി ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവസാനത്തെ കളി ഉയരത്തിൽ, അവസാനത്തെ ഇര, അവസാനത്തെ കളി. എസ്രാ ബിൽഡിങ്ങിൻ്റെ ദുരന്തത്തിൽ മരിച്ച അനീഷിൻ്റെ പ്രതികാരമാണ് ഈ കൊലപാതക പരമ്പരയുടെ പിന്നിലെന്ന് ആദർശ് മനസ്സിലായി. ഉയരം നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ഏതാണെന്ന് ആദർശ് ആലോചിച്ചു. അത് നഗരത്തിന് മധ്യത്തിലുള്ള നിർമ്മാണം പൂർത്തിയാക്കാത്ത സെൻറ്റ് മരീന ടവറാണ്. കൊലയാളി അവിടെയുണ്ട്. സുകുമാരൻ്റെ ജീവൻ രക്ഷിക്കണം. ഒപ്പം ഈ പ്രതികാരത്തിന് അറുതി വരുത്തുകയും വേണം. ആദർശിൻ്റെ മൊബൈൽ ഓഫാക്കി സെൻറ്റ് മരീന ടവർ ലക്ഷ്യമാക്കി കുതിച്ചു. സുകുമാരനെ രക്ഷിക്കാൻ ആദർശിന് കഴിയുമോ? ആരാണ് ഈ പ്രതികാരം ചെയ്യുന്ന എഡ്ജ്? ഇൻസ്പെക്ടർ ആദർശ് സെൻറ്റ് മരീന ടവർ ലക്ഷ്യമാക്കി കുതിച്ചു. അവസാനത്തെ കളി ഉയരത്തിൽ എന്ന സന്ദേശം വ്യക്തമായിരുന്നു. നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള നിർമ്മാണം പൂർത്തിയാക്കാത്ത കെട്ടിടമായിരുന്നു അത്. രാത്രിയുടെ നിശബ്ദതയിൽ ടവർ ഒരു കൂറ്റൻ നിഴൽ പോലെ നിന്നു. കെട്ടിടത്തിൻ്റെ താഴെ ആദർശ് ടീമംഗങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ആരംഭിച്ചു. ആദർശ് തൻ്റെ തോക്ക് ലോഡ് ചെയ്ത് സ്റ്റെയർ കേസുകൾ വഴി മുകളിലേക്ക് ഓടി. ടവറിൻ്റെ ഏറ്റവും മുകളിലെ 100-ാം നിലയുടെ ഭാഗത്ത് മങ്ങിയ ഒരു വെളിച്ചം കണ്ടു. പടികൾ കയറി 100-ാം നിലയിലെത്തിയപ്പോൾ തുറന്ന ഒരു നിലയിലായിരുന്നു. അധികം തണുത്ത കാറ്റ് അവിടെ ആഞ്ഞു വീശി. നിലത്ത് കോൺക്രീറ്റിൻ്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നു. മുറിയുടെ ഒരറ്റത്ത് ഒരു വലിയ ഇരുമ്പ് ബീമിനോട് ചേർത്ത് സുകുമാരനെ കെട്ടിയിരിക്കുന്നു. ഭയം അയാളുടെ മുഖത്ത് കല്ലിച്ചതുപോലെ നിന്നു. അയാളുടെ മുന്നിൽ കറുത്ത ഹൂഡിയും മാസ്കും ധരിച്ച് എഡ്ജ് നിൽക്കുന്നു. അയാളുടെ കയ്യിൽ ഒരു കറുത്ത തുണി കൊണ്ട് മൂടിയ ഒരു നീണ്ട വസ്തുവുണ്ട്. ആദർശ് തൻ്റെ തോക്ക് എഡ്ജിന് നേരെ ചൂണ്ടി. നിഴലിലെ കളി അവസാനിച്ചു. എഡ്ജ് കയ്യിലുള്ള തോക്ക് താഴെയിടുക. ആദർശ് ശബ്ദമുയർത്തി. എങ്കിലും സ്വരം ശാന്തമായിരുന്നു. എഡ്ജ് സാവധാനം തിരിഞ്ഞു. അയാൾ സംസാരിക്കുന്നില്ല. പകരം കയ്യിലുള്ള തുണി നീക്കി അതിനുള്ള ഒരു പഴയ തരം പിയാനോയുടെ കീബോർഡായിരുന്നു. കീബോർഡിലെ നടുവിലായി ഒരൊറ്റ ചുവന്ന റോസാപ്പൂ വെച്ചിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ആദർശ് ഞെട്ടി. റോസാപ്പൂ, ആദ്യത്തെ കേസ്, വർക്കിയുടെ നെഞ്ചിൽ കണ്ട റോസാപ്പൂ. നിങ്ങൾ ഒന്നിലധികം കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. വർക്കി, വിജയൻ മേനോൻ, ഡോക്ടർ മീര എന്നിവരും നിങ്ങൾ തിരയുന്ന അതേ രഹസ്യത്തിൻ്റെ ഭാഗമാണ്, ആദർശ് പറഞ്ഞു. അപ്പോൾ എഡ്ജ് തൻ്റെ മാസ്ക് സാവധാനം അഴിച്ചു മാറ്റി. അവിടെ നിന്ന വ്യക്തി ഒരു യുവതിയായിരുന്നു. ഏകദേശം 20കളുടെ മധ്യത്തിൽ പ്രായം. സൗന്ദര്യമുള്ള, എന്നാൽ കണ്ണുകൾ പ്രതികാരത്തിൻ്റെ തീഷ്ണതയുള്ള ഒരു മുഖം. എൻ്റെ പേര് ആശ, അനീഷിൻ്റെ സഹോദരി. ആ യുവതിയുടെ ശബ്ദം മുഴങ്ങി. വർക്കി എൻ്റെ ആദ്യത്തെ ലക്ഷ്യമായിരുന്നു. എസ്രാ ബിൽഡിംഗ് ദുരന്തം മറച്ചുവെക്കാൻ സഹായിച്ച 4-ാമത്തെ തൂൺ. വർക്കി ഒരു സാക്ഷിയായിരുന്നു. അനീഷിൻ്റെ കയ്യിലുണ്ടായിരുന്ന രേഖകൾ കണ്ടെത്തിയപ്പോൾ എനിക്ക് നേരെ സംസാരിക്കാൻ ധൈര്യമുണ്ടായിരുന്ന ഒരേ ഒരാൾ. ആദർശ് തലയാട്ടി. അതുകൊണ്ടാണ് വർക്കിയുടെ നെഞ്ചിൽ റോസാപ്പൂ വെച്ചത്. അത് വർക്കിയുടെ മരണത്തിൻ്റെ ദുരൂഹത കൂട്ടാനുള്ള ആദ്യത്തെ കളിയായിരുന്നു. പക്ഷേ ബാക്കിയുള്ള 3 പേരെ നിങ്ങൾ ജീവനോടെ വിട്ടു. അവരെ ഞാൻ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇൻസ്പെക്ടർ, ആശ പറഞ്ഞു. വിജയൻ മേനോൻ, രമേശ് നമ്പ്യാർ, ഡോക്ടർ മീര, അവർ എൻ്റെ സഹോദരൻ്റെ ജീവനെടുത്തവരാണ്. പക്ഷേ എൻ്റെ പ്രതികാരം അവരുടെ ജീവനെടുക്കുന്നതിലല്ല. എൻ്റെ കളി അവരുടെ പ്രശസ്തിയും പണവും തകർക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ തുറന്ന സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചത്. അവരുടെ ക്രിമിനൽ ഭൂതകാലം വെളിപ്പെടുത്താൻ നിങ്ങൾക്ക് സൂചനകൾ വെച്ചത്. അവർ ഇപ്പോൾ സമൂഹത്തിൽ അപമാനിക്കപ്പെടും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ശിക്ഷ. എങ്കിൽ പിന്നെ എന്തിനാണ് സുകുമാരൻ? ആദർശ് സുകുമാരന് നേരെ നോക്കി. അവനാണ് നിങ്ങൾക്കെതിരായ രഹസ്യ കരാർ ഉണ്ടാക്കാൻ സഹായിച്ച രാജാവ്. അവനെ തട്ടിക്കൊണ്ടുവന്നത് അവൻ ചെയ്തതിൻ്റെ കണക്ക് തീർക്കാനാണ്. എസ്രാ ബിൽഡിംഗ് തീപിടുത്തം നടന്ന് 30 വർഷം കഴിഞ്ഞു. ഈ 30 വർഷം ഇവരെല്ലാം അനുഭവിച്ച ഐശ്വര്യത്തിനുള്ള വില. ആശയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കയ്യിലിരുന്ന കീബോർഡ് താഴെ വെച്ചു. അതിൽ നിന്ന് ഒരു ചുവന്ന കാർഡ് കൂടിയെടുത്തു. ക്യൂൻ ഓഫ് സ്പേഡ്. വർക്കിയുടെ മുറിയുടെ കണ്ട അതേ കാർഡ്. ആശ, നിങ്ങൾ അറസ്റ്റിലാണ്. ഈ പ്രതികാരം ഇവിടെ അവസാനിപ്പിക്കുക. നിയമത്തിന് അതിൻ്റെ വഴിക്ക് പോകാൻ അനുവദിക്കുക. നിയമം പരാജയപ്പെട്ടതുകൊണ്ടാണ് എനിക്കിത് ചെയ്യേണ്ടി വന്നത്, ഇൻസ്പെക്ടർ. എൻ്റെ സഹോദരൻ്റെ മരണത്തിൻ്റെ തെളിവുകൾ അവൻ്റെ ശരീരം പോലെ ഈ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയെന്ന് കരുതുമ്പോൾ ആ ചിന്തയാണ് എന്നെ വേദനിപ്പിച്ചത്, ആശ വിതുമ്പി. അവൾ പെട്ടെന്ന് കസേരയ്ക്ക് പിന്നിൽ ഒളിപ്പിച്ച ഒരു ചെറിയ റിമോട്ട് കൺട്രോൾ എടുത്തു. ഇൻസ്പെക്ടർ,
ഞാൻ അവനെ കൊല്ലാൻ പോകുന്നില്ല. ഈ ക്രിമിനൽ ഭൂതകാലത്തിൻ്റെ അവസാനത്തെ സൂചന വെക്കാൻ പോകുകയാണ്. അവൾ റിമോട്ട് ബട്ടൺ അമർത്തിയതും സുകുമാരൻ കെട്ടിയിരുന്ന ഇരുമ്പ് ബീമിൻ്റെ അടിയിൽ നിന്നും പുകയും തീയും ഉയർന്നു. സുകുമാരൻ ഭയന്ന് നിലവിളിച്ചു. വർക്കി ഒരു സാക്ഷിയായി മരിച്ചു. അനീഷിൻ്റെ മരണം ഒരു രഹസ്യമായി തുടരുന്നു. എസ്ര ബിൽഡിങ്ങിലെ എല്ലാ കുറ്റവാളികളുടെയും ബന്ധം തുടർന്നു കാട്ടിയ ഈ അവസാനത്തെ തെളിവ് ഞാനിവിടെ സ്ഥാപിക്കുന്നു, ആശ പറഞ്ഞു. സുകുമാരൻ ബന്ധിപ്പിച്ചിരുന്ന ബീമിൻ്റെ തീ ആളിക്കത്തി. സുകുമാരനെ രക്ഷിക്കാൻ ആദർശിന് കഴിയുമോ? എഡ്ജ് എന്ന ആശയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? ഈ പ്രതികാര പരമ്പര എവിടെ അവസാനിക്കും? ഇൻസ്പെക്ടർ ആദർശ് ആ നിമിഷം മനസ്സിലാക്കി. ആശ സുകുമാരനെ കൊല്ലാനല്ല ശ്രമിക്കുന്നത്. പകരം എസ്ര ബിൽഡിംഗ് ദുരന്തത്തിന്റെ യഥാർത്ഥ തെളിവുകൾ അവൻ കെട്ടിയിരിക്കുന്ന ഇരുമ്പ് ബീമിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ആ തെളിവുകൾ നശിപ്പിക്കാനാണ് അവൾ തീ കൊളുത്തിയിരിക്കുന്നത്. സുകുമാരൻ ഭയന്ന് നിലവിളിച്ചു. തീ ബീമിന്റെ അടിഭാഗത്ത് പടർന്നു പിടിക്കാൻ തുടങ്ങി. ആശ, നിൽക്കൂ, ഈ പ്രതികാരം നിയമത്തിന്റെ കൈകളിലേക്ക് വിടുക. എസ്ര ബിൽഡിംഗ് കേസിലെ രേഖകൾ ഞാനിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സഹോദരന് നീതി ലഭിക്കും, ആദർശ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആശയുടെ കണ്ണുകളിൽ ആദർശം നേരിതിരിഞ്ഞു. നിസ്സംഗതയും വേദനയുമായിരുന്നു ആ കണ്ണുകളിൽ. നിങ്ങൾ വൈകിപ്പോയി ഇൻസ്പെക്ടർ. ഈ ലോകം നിങ്ങൾക്ക് നീതി നൽകിയില്ല. അനീഷിൻ്റെ മരണത്തിൻ്റെ രഹസ്യം അവൻ്റെ സഹോദരി സ്വന്തമായി പുറത്തു കൊണ്ടുവരണം. ആ തെളിവുകൾ ഇവിടെ നശിപ്പിച്ചാൽ ബാക്കിയുള്ള 3 പേർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ കണ്ട ഡയറി, ക്ലബ് ചിഹ്നം, ക്യൂൻ ഓഫ് സ്പേഡ് എല്ലാം അവരുടെ ക്രിമിനൽ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകളാണ്. ഈ നീതി അവസാനത്തെ താളം. ആശ തിരിഞ്ഞ് ടവറിൻ്റെ അരികിലേക്ക് ഓടി. സുകുമാരനെ രക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനമായി ആദർശന് തോന്നിയത് ആ ബീമിനുള്ളിലെ തെളിവുകൾ കണ്ടെത്തുക എന്നതായിരുന്നു. അയാൾ ഉടൻ തന്നെ തൻ്റെ ടീമിന് വയർലെസ് വഴി നിർദ്ദേശം നൽകി. എല്ലാ യൂണിറ്റുകളും 100-ാം നിലയിലേക്ക് വരിക, തീ അണയ്ക്കുന്ന ഉപകരണം കൊണ്ടുവരിക ഉടൻ. ആദർശ് സുകുമാരൻ്റെ അടുത്തേക്ക് കുതിച്ചു. തീ ആളിക്കത്തുന്ന ഭീമനോട് ചേർന്നാണ് സുകുമാരനെ കെട്ടിയിരിക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന ചെറിയ പോക്കറ്റ് കത്തി ഉപയോഗിച്ച് ആദർശ് സുകുമാരനെ കെട്ടുകൾ അഴിച്ചു മാറ്റി. അവനെ ഒരു കോണിലേക്ക് തള്ളി മാറ്റിയ ശേഷം ആദർശ് ഭീമിനുള്ളിലെത്തി കെടുത്താൻ ശ്രമിച്ചു. ഈ സമയം കൊണ്ട് ആശ ടവറിൻ്റെ അരികിലെത്തിയിരുന്നു. ടവറിൻ്റെ അറ്റത്ത് ഒരു വലിയ ഇരുമ്പ് പൈപ്പിൽ പിടിച്ച് തൂങ്ങി അവൾ താഴോട്ട് ഇറങ്ങാൻ ശ്രമിച്ചു. അകത്തേക്ക് ഓടിക്കയറിയ പോലീസ് ഓഫീസർ തീ അണയ്ക്കുന്ന ഉപകരണം ഉപയോഗിച്ച് ഭീമിനുള്ളിലെ തീ കെടുത്തി. ഭാഗികമായി കത്തിത്തിരിഞ്ഞ നിലയിലായിരുന്നെങ്കിലും ഭീമിനുള്ളിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ ഹാർഡ് ഡിസ്കും ആദർശ് കണ്ടെത്തി. നമുക്കത് കിട്ടി, ആദർശ് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. അതിനിടയിൽ ടവറിൻ്റെ മുകളിൽ തൂങ്ങിക്കിടങ്ങുകയായിരുന്ന ആശയെ പോലീസ് ഓഫീസർ വളഞ്ഞു. ആശ, വേണ്ട, ദയവായി താഴെ ഇറങ്ങൂ, ആദർശ് വിളിച്ചു പറഞ്ഞു. ഇല്ല ഇൻസ്പെക്ടർ, എന്നെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ കളി എൻ്റേതാണ്. എൻ്റെ പ്രതികാരം അവസാനിച്ചു. ആശയുടെ സ്വരം കാറ്റിൽ ഇടറി. എന്നാൽ അവൾക്ക് അധികം താഴേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇരുമ്പ് പൈപ്പിലെ പിടിവിട്ട് അവൾ ടവറിൻ്റെ സൈഡിൽ സ്ഥാപിച്ചിരുന്ന ഒരു ചെറിയ ഇരുമ്പ് പ്ലാറ്റ്ഫോമിലേക്ക് ചാടി. ആദർശൻ ടീമും അങ്ങോട്ട് പാഞ്ഞെത്തി. ആശ അവിടെ തളർന്നിരുന്നു. കയ്യിൽ അവൾ അവസാനമായി എടുത്ത ക്യൂൻ ഓഫ് സ്പേഡ് എന്ന കാർഡ് മുറുകെ പിടിച്ചിരുന്നു. ഈ കാർഡ് എൻ്റെ സഹോദരൻ സമ്മാനിച്ചതായിരുന്നു. അവൾ കയ്യിലിരുന്ന ആ പഴയ പിയാനോയിലെ കീബോർഡ് പോലെ. എനിക്ക് ഈ ലോകം ഒരു കളിയായി തോന്നി. ആശയുടെ ശബ്ദം നേർത്തു. ആദർശ് സാവധാനം അവളുടെ അരികിലേക്ക് നടന്നു. നിങ്ങൾ ചെയ്തത് തെറ്റായ വഴിയായിരിക്കാം ആശ, പക്ഷേ നിങ്ങൾ നീതിക്കു വേണ്ടി ഒരു വലിയ വാതിൽ തുറന്നിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഊഴമാണ്. എസ്ര ബിൽഡിങ്ങിൻ്റെ ദുരന്തത്തിന് കാരണമായ എല്ലാവർക്കും ശിക്ഷ ലഭിക്കും. ആദർശ് അവൾക്ക് നേരെ കൈ നീട്ടി. ആശ ആ കൈ സ്വീകരിച്ചില്ല. അവൾ ആദർശിനെ നോക്കി ദുർബലമായി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു പിയാനോ സംഗീതം പോലെ നേരിയ ആശ്വാസം നിറഞ്ഞിരുന്നു. പ്രതികാരം പൂർത്തിയാക്കിയ ഒരാളുടെ നിശബ്ദമായ വിജയം. ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ആ വലിയ നഗരം ഒരു ബോർഡ് ഗെയിം പോലെ തോന്നി. നിയമത്തിൻ്റെ വഴികളെ തകർത്തെറിഞ്ഞ ആ കളിയുടെ അവസാനത്തെ കളി, നിഴലിലെ കളി. പിന്നീട് ആശയുടെ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലഭിച്ച നിർണായകമായ തെളിവുകൾ പ്രകാരം വിജയൻ മേനോൻ്റെയും രമേഷ് നമ്പ്യാരുടെയും സുകുമാരൻ്റെയും ഡോക്ടർ മീരയുടെയും എസ്ര ബിൽഡിംഗ് തട്ടിപ്പിലെ പങ്ക് പുറത്തുവരികയും അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ആശയെ നിയമം നേരിട്ടെങ്കിലും അവൾ തുറന്നിട്ട വാതിൽ വർഷങ്ങളായി മറഞ്ഞുകിടന്ന ഒരു നീതിയെ ലോകത്തിനു മുന്നിൽ കൊണ്ടുവന്നു.